വീടിൻ്റെ പണി കുറച്ച് സ്ലോ ആയിപ്പോയി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പണിക്കാർ ഇടയ്ക്ക് വരാനും ഒക്കെ ഉള്ളൊരു ഡിലേ കാരണം ശകലം താമസിച്ചു. അങ്ങനെ താമസിച്ചപ്പോൾ കഴിഞ്ഞ മഴക്കാലം ഇത്രയും ആക്കി. തറ വരെ പണിതു, തറ വരെ കെട്ടി ഇട്ട് കഴിഞ്ഞു, ഇതാക്കി. അതായത് മൊത്തത്തിൽ നിരത്തി തറ കെട്ടി, പിന്നെ ഇത്രയും ബെൽറ്റൊക്കെ വാർത്തിട്ടു. അത് കഴിഞ്ഞ് മഴ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു, പിന്നെ അങ്ങോട്ടേക്ക് പണിയാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം മൊത്തത്തിൽ കാടൊക്കെ കയറി കിടക്കുകയാണ്. ഇടയ്ക്ക് വരും, വന്ന് നോക്കിയൊക്കെ പോകും. കാരണം മോട്ടറൊക്കെ ഇടയ്ക്കൊന്ന് വെള്ളം അടിച്ച് ഇടണം, അല്ലെങ്കിൽ മോട്ടറൊക്കെ തുരുമ്പെടുത്ത് പോകും. മറ്റേ കുഴൽക്കിണറിനകത്ത് മോട്ടറായതുകൊണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ആൾക്കാരൊക്കെ വരും. അനിയൻ വരും, ലൈജുമോൻ വരും. അപ്പോൾ ഇടയ്ക്ക് മോട്ടർ ഓൺ ചെയ്യും, പിന്നെ മൊത്തത്തിലൊന്ന് നോക്കും. അപ്പോൾ ഇനിയിപ്പം മഴയൊക്കെ മാറി ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഇനിയൊന്ന് ആ കാടൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമല്ല, കുറച്ച് റോഡിലൊക്കെ മഴ പെയ്ത് നേരത്തെ മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു. റോഡിലൊക്കെ നല്ല വണ്ടി കയറിക്കൊണ്ടിരുന്നതാണ്. അപ്പം മഴ പെയ്ത് ആ മണ്ണെല്ലാം ഒലിച്ചു പോയതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് വീണ്ടും അവിടെ മണ്ണൊക്കെ ഇട്ട് നികത്തി ഒന്ന് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പം അത് മാത്രമല്ല, റോഡിലും നിറച്ച് കാടെല്ലാം കയറി പുല്ലെല്ലാം കിളിർത്ത് മൊത്തത്തിൽ വണ്ടി കയറാൻ പറ്റാത്തൊരു അവസ്ഥാവിശേഷമായി. കണ്ടില്ലേ, മൊത്തം കാട് നിറഞ്ഞു. താഴേക്ക് നേരത്തെ നല്ല മെയിൻ റോഡ് വരെ കാണാം, അത്ര ക്ലിയറായിരുന്നു. ഇപ്പം മൊത്തത്തിലത് കാടൊക്കെ പിടിച്ച് ആകെ ഇതായി. ഇനിയിപ്പോൾ അവിടെ കണ്ടോ, ഇതിൽ ഇറങ്ങിപ്പോകുന്ന നല്ല വഴിയായിരുന്നു. ഇപ്പോൾ കാടെല്ലാം കയറി മഴക്കാലത്ത് മൊത്തം പുല്ലും കാടും പിടിച്ച് മൊത്തം ഇതായി. ഇനിയിപ്പോൾ അവിടെ എല്ലാം ഒന്ന് റെഡിയാക്കണോ, കുറച്ച് പണിയുണ്ട് വീണ്ടും. അപ്പോൾ വെയിലൊക്കെ ആയി, ഇനിയിപ്പോൾ പണി തുടങ്ങണം. അപ്പം ഇപ്പോൾ താഴേക്ക് കണ്ടില്ലേ, താഴേക്കെല്ലാം ഉണ്ടായിരുന്നു, മണ്ണും ഒഴുകിപ്പോയി. ഇനിയിപ്പം മണ്ണുമൊക്കെ എടുത്ത് ഈ കാടും വെട്ടിക്കളഞ്ഞ് ഇനി മണ്ണും എടുത്തിടണം. എങ്കിൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ, വണ്ടി കയറാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടി താഴെ വെച്ചിട്ട് നടന്ന് സ്ഥലത്തേക്ക് കയറി വരണം. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഉള്ളത്. എന്തായാലും നല്ല വെയിലും ഒക്കെ ആയി. ഇനിയിപ്പം പണിയൊക്കെ അയലോക്കക്കാരൊക്കെ വീട് കാണാം. അവരൊക്കെ ഇവിടെ ഉണ്ടോയെന്നറിയത്തില്ല. 2 അയലോക്കക്കാരാണുള്ളത്. പിന്നെ അയൽവക്കം ഇവിടെ നിന്ന് അല്ലേ താഴത്തെ റോഡ്. മുകളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ മെയിൻ റോഡ് വരെ നല്ല ക്ലിയറായിട്ട് കാണണ്ട. പുല്ലെല്ലാം കയറി ആ മണ്ണും പോയി മൊത്തത്തിലാകെ ഇതായതാണ്. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് മണ്ണൊക്കെ എടുത്തിട്ട് ആ കാടൊക്കെ വെട്ടിക്കളഞ്ഞ് ശരിയാക്കണം. പണിക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ വന്നില്ല. അല്ല, വണ്ടി താഴെ ഇരിക്കുന്നത്. ഇതാണ് മെയിൻ റോഡ്. ഇവിടുന്ന് ഇത് മെയിൻ റോഡാണ്, ടാറിങ് റോഡാണ്. അല്ലേ, ഈ മുകളിലോട്ടുള്ള വഴി ഇതല്ലേ, ഇതാണോ നോക്കി. അപ്പോൾ അവർ വന്നിട്ടുണ്ട്.